നമസ്കാരം. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പോസ്റ്ററിൽ ഗാന്ധിജിക്ക് മുകളിലായി വീര സവർക്കറെ പ്രതിഷ്ഠിച്ച ഒരു പോസ്റ്റർ ഇറങ്ങിയിരുന്നു. ഇത് വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇതിനെതിരെ വലിയ തോതിൽ രംഗത്ത് വന്നിരിക്കുകയാണ്, രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകിയ ഭീരുവാണ് സവർക്കർ. ആ ഭീരുവിനെയാണ് ഗാന്ധിജിക്ക് പകരം വെക്കുന്നത്. ആ ഭീരുവിൻ്റെ ചിത്രമാണ് പാർലമെന്റിന്റെ ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നത്. സവർക്കറെ പലതരത്തിൽ സംഘപരിവാർ കൊണ്ടാടുകയാണ് എന്നുകൂടി VK സനോജ് പറയുന്നു. ഇന്ത്യ എന്ന ദേശീയതാ സങ്കല്പത്തെ മതദേശീയതയായി ചിത്രീകരിക്കാൻ RSS ശ്രമിക്കുന്നു എന്ന ഒരു ഗുരുതര ആരോപണം കൂടി സനോജ് പറയുന്നുണ്ട്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി എണ്ണമറ്റ ഐതിഹാസിക പോരാട്ടങ്ങളാണ് ഈ മണ്ണിൽ നടന്നത്. മരിക്കുമെന്നറിഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ പോരാട്ട മുഖങ്ങളിൽ പല ദേശസ്നേഹികളും നിറഞ്ഞു നിന്നു. ആ പോരാട്ടത്തിൻ്റെ പോർമുഖത്ത് ഒരു RSSകാരനെ പോലും കണ്ടില്ല. അതിന് പേരുകൊണ്ട് സവർക്കറെ ആ ഒരു ഭാഗത്തേക്ക് പ്രതിഷ്ഠിക്കാനാകുമോ എന്നും സനോജ് ചോദിക്കുന്നു. ഈ രാജ്യം ഹിന്ദുക്കളുടേതാണ് എന്നാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ പറയുന്നത്. ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ മാത്രം നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായാണോ ഈ രാജ്യമായി മാറിയത് എന്ന ചോദ്യം മതനിരപേക്ഷവാദികൾ ഉയർത്തേണ്ട സമയമാണ് എന്ന കാലിക പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും സവർക്കർ വിഷയത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ആ പോസ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേരളത്തിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്.